നമസ്തേ. ഭാരതത്തിന്റെ ദേശീയ ഉത്സവമായ ദീപാവലിക്ക് യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പദവി ലഭിച്ചു. കഴിഞ്ഞ ദിവസം ചെങ്കോട്ടയിലെ യുനെസ്കോയുടെ 20ാമത് സാംസ്കാരിക പൈതൃക സംരക്ഷണ സമ്മേളനത്തിലാണ് പ്രഖ്യാപനം നടന്നത്. ആദ്യമായാണ് ഇത്തരമൊരു സമ്മേളനത്തിന് ഭാരതം വേദിയാകുന്നത്. മാനവികതയുടെ അവർണ്ണനീയ സാംസ്കാരിക പൈതൃകങ്ങളുടെ പട്ടികയിലാണ് ഐക്യരാഷ്ട്ര സംഘടന സാംസ്കാരിക വിഭാഗം ദീപാവലിയെ ഉൾപ്പെടുത്തിയത്. പ്രഖ്യാപനമുണ്ടായപ്പോൾ സമ്മേളന ഹാളിലാകെ വന്ദേ മാതരം, ഭാരത് മാതാ കി ജയ് വിളികൾ മുഴങ്ങി. കേന്ദ്ര സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിന്റെ നേതൃത്വത്തിലാണ് പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്തത്. പഞ്ചവാദ്യം ഉൾപ്പെടെ വിവിധ ഭാരതീയ കലാരൂപങ്ങളും ഇതേ സമയം അവതരിപ്പിക്കപ്പെട്ടു. ദീപാവലിക്ക് പൈതൃക പദവി ലഭിച്ചതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. ഭാരതവും ലോകവും ആവേശഭരിതമാണെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ദീപാവലി സംസ്കാരവുമായും ധാർമ്മികതയുമായും അടുത്തു ബന്ധപ്പെട്ടിരിക്കുന്നു. അത് നമ്മുടെ സംസ്കാരത്തിന്റെ ആത്മാവാണ്. അത് പ്രകാശത്തെയും ധർമ്മത്തെയും പ്രതിനിധീകരിക്കുന്നു. യുനെസ്കോ പൈതൃക പട്ടികയിൽ ദീപാവലി ചേർക്കുന്നത് ഉത്സവത്തിന്റെ ആഗോള ജനപ്രീതിക്ക് കൂടുതൽ സംഭാവനയേകും. പ്രഭു ശ്രീരാമന്റെ ആദർശങ്ങൾ നമ്മെ എന്നും നയിക്കട്ടെ എന്നും പ്രധാനമന്ത്രി കുറിച്ചു. ഇന്ത്യയുടെ പ്രധാന സാംസ്കാരിക ഉത്സവമായ ദീപാവലിയെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള സുപ്രധാന തീരുമാനമാണ് യുനെസ്കോ എടുത്തിട്ടുള്ളത്. ഈ തീരുമാനം ഇന്ത്യൻ സമൂഹത്തിനും സാംസ്കാരിക പൈതൃകത്തിനും അഭിമാന നിമിഷമാണ് എന്ന് ഡൽഹി കലാ സാംസ്കാരിക ഭാഷാ മന്ത്രി കപിൽ മിശ്ര പറഞ്ഞു. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത, വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ എന്നിവർക്കൊപ്പം കേന്ദ്ര സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, യുനെസ്കോ ഡയറക്ടർ ജനറൽ ഡോക്ടർ ഖാലിദ് അൽ അനാനി, യുനെസ്കോയുടെ ഇന്ത്യൻ പ്രതിനിധി വിശാൽ വി ശർമ്മ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയ സഹകരണത്തോടെയാണ് ഡൽഹിയിൽ പൈതൃക സമ്മേളനം നടക്കുന്നത്. 2025 ഡിസംബർ 13 വരെയാണ് നടക്കുന്നത്. സംസ്കാരങ്ങൾക്ക് നൽകുന്ന അംഗീകാരത്തെക്കാൾ അവയുടെ സംരക്ഷണത്തിനുള്ള ആഹ്വാനമാണ് യുനെസ്കോയുടെ പട്ടിക എന്ന് യുനെസ്കോ അറിയിച്ചിരുന്നു. ദീപാവലി എന്നത് ദീപങ്ങളുടെ നിര എന്നാണ് സംസ്കൃത അർത്ഥം. ഇരുട്ടിന്മേൽ പ്രകാശത്തിന്റെ, ദോഷത്തിന്മേൽ സത്യത്തിന്റെ, ദുഃഖത്തിന്മേൽ ആനന്ദത്തിന്റെ വിജയാഘോഷം. ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി ഭാരതത്തിനകത്തും പുറത്തും ഏറ്റവും അധികം ആളുകൾ ആഘോഷിക്കുന്ന ദീപാവലി തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയത്തിന്റെ സൂചനയാണ്. ദീപാവലി മതപരമായ ഉത്സവമല്ലാത്തതും ഭാഷ, മതം, പ്രദേശം എന്നീ അതിരുകൾക്കപ്പുറം ഒരുമയുടെയും സന്തോഷത്തിന്റെയും ആഘോഷമാണ്. കാതോരമുള്ള ദീപങ്ങൾ വെളിച്ചമാകുമ്പോൾ മനസ്സിലും പ്രതീക്ഷയുടെ ദീപം തെളിയുന്നു. ദീപാവലി സംബന്ധിച്ച് നിരവധി ഐതിഹ്യങ്ങളുണ്ട്. 14 വർഷത്തെ വനവാസത്തിനു ശേഷം ഭഗവാൻ ശ്രീരാമൻ അയോധ്യയിൽ തിരിച്ചെത്തിയ ദിവസമാണിതെന്നാണ് അവയിൽ പ്രധാനം. ദീപാവലി മതാചാരങ്ങളിൽ ഒതുങ്ങുന്ന ഒരു ഉത്സവമല്ല. അത് മനുഷ്യ ജീവിതത്തിന്റെ നന്മയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആത്മീയ ഉത്സവമാണ്. ഹിന്ദു പുരാണങ്ങൾ പറയുന്നത് പോലെ ശ്രീരാമൻ രാവണനെ തോൽപ്പിച്ച് അയോധ്യയിലേക്ക് മടങ്ങിയ ദിനത്തിന്റെ ഓർമ്മയ്ക്കായി ജനങ്ങൾ ദീപങ്ങൾ തെളിയിച്ച് അദ്ദേഹത്തെ വരവേൽക്കുകയായിരുന്നു. ആ പ്രകാശം ഇന്നും ഒരേ സന്ദേശം പറയുന്നു: അവസാനം നന്മ ജയിക്കും. ചിലർ ലക്ഷ്മി ദേവിയെ സ്വാഗതം ചെയ്യുന്ന ദിനമായും മറ്റു ചിലർ നരകാസുരന്റെ വധസ്മരണയായും ദീപാവലി ആചരിക്കുന്നു. അയോധ്യയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ദീപാവലി ആഘോഷങ്ങൾ ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ചിരുന്നു. ഭാരതത്തിൽ നിന്നുള്ള കുത്തിയോട്ടം, മുടിയേറ്റ്, യോഗ, കുംഭമേള, ദുർഗാപൂജ, ഗർഭ നൃത്തം തുടങ്ങി 15 ആഘോഷങ്ങൾ ഇതിനകം തന്നെ യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പദവി നേടിയിട്ടുണ്ട്. അതേസമയം 2025 ദീപാവലി പരിസ്ഥിതി ബോധത്തോടെയാണ് ഭാരതം ആഘോഷിച്ചത്. ഗ്രീൻ ദീപാവലിയുടെ മുദ്രാവാക്യം ഉയർത്തി നിരവധി നഗരങ്ങൾ ഇക്കോ ഫ്രണ്ട്ലി പടക്കങ്ങൾക്കും പരമ്പരാഗത എണ്ണ ഉപയോഗിച്ചുള്ള ദീപങ്ങൾക്കും മുൻഗണന നൽകി. കേരളത്തിലും ക്ഷേത്രങ്ങളും വീടുകളും തൈല ദീപങ്ങളാൽ അലങ്കരിച്ചിരുന്നു. തൃശൂർ, തിരുവനന്തപുരം, കൊല്ലം തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ ക്ഷേത്രങ്ങൾ പ്രത്യേക പൂജാ ശോഭയിൽ വിളങ്ങി. ഇരുട്ടിന്മേൽ പ്രകാശത്തിന്റെ വിജയം പ്രഖ്യാപിക്കുന്ന മഹോത്സവമാണ് ദീപാവലി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിനു മുന്നോടിയായി വീടുകൾ വൃത്തിയാക്കുകയും പുതു
പുതുവസ്ത്രം ധരിക്കുകയും ദീപങ്ങൾ തെളിയിക്കുകയും രംഗോലി കൊണ്ട് വീടുകൾ അലങ്കരിക്കുകയും ചെയ്യുന്നു. മധുര പലഹാരങ്ങൾ, പായസങ്ങൾ, പഴങ്ങൾ, ഉത്സവ വിഭവങ്ങൾ എന്നിവയൊക്കെയാണ് അന്നേ ദിവസം വീടുകളിലെ പ്രധാന ആകർഷണം. വീടുകളിലെ രുചിമണം. ലക്ഷ്മി പൂജയാണ് ദീപാവലിയുടെ ഹൃദയം. സമൃദ്ധിയുടെ ദേവതയെ വീടുകളിൽ സ്വാഗതം ചെയ്യുന്നതിന് കുടുംബം മുഴുവൻ ദീപങ്ങൾ തെളിയിക്കുന്നു. പഴയ വർഷങ്ങളിലെ പോലെ പടക്കങ്ങൾ പൊട്ടിക്കാമെങ്കിലും പരിസ്ഥിതി സംരക്ഷണത്തിനായി ഇപ്പോൾ ഗ്രീൻ ദീപാവലിയാണ് ഭാരതം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. അഹമ്മദാബാദ്, ഡൽഹി തുടങ്ങിയ നഗരങ്ങളിൽ ഇക്കോ ഫ്രണ്ട്ലി പടക്കങ്ങൾ മാത്രമേ ഇത്തവണ അനുവദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പടക്കങ്ങൾ മൂലം വായു മലിനീകരണം ഗുരുതരമാകുന്ന സാഹചര്യത്തിൽ പല സംസ്ഥാനങ്ങളും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. കേരളത്തിൽ ദീപാവലി ആഘോഷം പ്രധാനമായും പൂജ, ദീപാരാധന, ക്ഷേത്രവിളക്ക് മുതലായ രീതിയിലാണ് നടക്കുന്നത്. വീടുകളിൽ മണ്ണിൽ ദീപങ്ങൾ വെച്ച് തെളിയിക്കുക, ഉച്ചയ്ക്ക് പ്രത്യേക വിഭവങ്ങൾ പാചകം ചെയ്ത് തുടങ്ങിയവ ഈ ആചാരങ്ങളിൽ ഉൾപ്പെടുന്നു.